ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഗുഡ്നസ് ടിവിയുടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക്, ഈ നോമ്പുകാല ചിന്തകളിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. വലിയ നോമ്പിലൂടെ നാം ഓരോരുത്തരും സന്തോഷപൂർവ്വം കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ തുടച്ചു മാറ്റുവാനായിട്ട് പ്രകാശമായ നാഥനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ പ്രകാശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വലിയ നോമ്പിൻ്റെ ഇന്നേ ദിനത്തിൽ നാം ഓരോരുത്തരും ഈ വചന ശുശ്രൂഷയ്ക്കായി അണഞ്ഞിരിക്കുന്നു. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തിരുവചനം ശ്രവിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 21 മുതൽ. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51 സങ്കീർത്തനം 17 വാക്യം നാം ഇപ്രകാരം വായിക്കുകയാണ്: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവ തിരുസന്നിധിയിൽ ഉരുകിയ മനസ്സോട് കൂടെ ആയിരിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഒരു വിലപിക്കുന്ന ഹൃദയം, ഒരു അനുതപിക്കുന്ന ഹൃദയത്തോടു കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. നോമ്പുകാല ചിന്തകളിലൂടെ ഈ വചന ശുശ്രൂഷയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ദീപം മറച്ചു വെക്കരുത്. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിനടിയിലോ വെക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെ വെളിച്ചത്തെ കട്ടിലിനടിയിലും പറയ്ക്കടിയിലും ഒളിച്ചു വെച്ചിരിക്കുന്നവരാണോ നാം? അതോ ആ ദൈവികമായ ചൈതന്യത്തെ പീഠത്തിൽ വെച്ചുകൊണ്ട് അപരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറാൻ നമുക്കോരോരുത്തർക്കും ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ദൈവവചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, എത്രമാത്രം ദൈവിക ചൈതന്യത്തെ, എൻ്റെ ഉള്ളിലേക്ക് നൽകിയിരിക്കുന്ന ദൈവിക ചൈതന്യത്തെ അപരന്റെ ജീവിതത്തിലേക്ക് ഒരനുഗ്രഹമാക്കി മാറ്റാൻ എനിക്ക് ജീവിതത്തിൽ പറ്റുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51 സങ്കീർത്തനം 18 വാക്യം നാം ഇപ്രകാരം വായിക്കുകയാണ്: അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം വീണ്ടും വീണ്ടും കൃപയും പ്രകാശവും ചൊരിയുമ്പോൾ ആ കൃപയെ, പ്രകാശത്തെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ രക്ഷയുടെ പ്രകാശം ദൈവം എനിക്ക് നൽകിയിരിക്കുകയാണ്.
മമദീസായിലൂടെ ഉത്ഭവപാപത്തെ കഴുകിക്കളഞ്ഞ് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്രകാരം അവൻ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട്, ആ രക്ഷയുടെ അനുഭവത്തെ എൻ്റെ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് അപരന്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട് കൊടുക്കാനായിട്ട്, അപരന്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ വഴികളിൽ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന രക്ഷയുടെ പ്രകാശത്തെ നൽകിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധിക്കണം. നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ അപരന്റെ ജീവിതത്തെ പ്രകാശിതമാക്കുന്നോ, അപരന്റെ ജീവിതത്തെ അന്ധകാരപൂർണമാക്കുന്നോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നമ്മൾ അപരനോട് തിന്മയുടെ വാക്കുകൾ പറയുമ്പോൾ അപരന്റെ ജീവിതം പ്രകാശപൂരിതമാകുന്നോ അതോ അന്ധകാരപൂർണമാകുന്നോ? നമ്മൾ അപരനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയുമ്പം അവൻ്റെ ജീവിതം നമ്മൾ പ്രകാശപൂരിതമാക്കുന്നോ അതോ അന്ധകാരപൂർണമാക്കുന്നോ? ഒരുവന്റെ പേര് നമ്മൾ ദുഷിച്ചു പറയുമ്പോൾ, ഒരുവന്റെ ഉപജീവന മാർഗം മുടക്കുമ്പോൾ, ഒരുവന്റെ വിവാഹം മുടക്കുമ്പോൾ, ഒരുവന്റെ സജ്ജീവിതത്തിന് നമ്മൾ കളങ്കം വരുത്തുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ അവൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നോ അതോ അന്ധകാരപൂർണമാക്കുന്നോ? ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഴമായിട്ട് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. എത്രമാത്രം അപരനെ പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട്, മറ്റൊരുവന്റെ ജീവിതം അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കണം, അന്ധകാരത്തിൽ കിടക്കുന്ന ഒരുവനെ കൈപിടിച്ച് ഉയർത്താനായിട്ട്, പന്നിക്കുഴിയിൽ കിടക്കുന്നവൻ അപ്പന്റെ അടുത്തേക്ക് പ്രകാശത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ അന്ധകാരത്തിൽ കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. ഈ അന്ധകാരത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനായിട്ട് എനിക്ക് ജീവിതത്തിൽ ഞാൻ തയ്യാറാണോ? എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാനായിട്ട് എനിക്ക് സാധിക്കണം. വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്ന ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറച്ചു വെക്കുന്നവർ, എന്തു മറച്ചു വെച്ചാലും പുരയ്ക്കകത്ത് നീ പ്രഘോഷിക്കുന്നത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. നീ ചെവിയിൽ മന്ത്രിക്കുന്നത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്ന കാലമുണ്ട്. അത് വലിയ അകലെയൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കണം, നമുക്ക് വെളിച്ചത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. പകലിൻ്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ട്, വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് മാറാനായിട്ട്, പ്രകാശം അപരനിലേക്ക് കൊടുക്കുന്ന വ്യക്തിയായിട്ട് ജീവിതത്തിൽ മാറാനും മാറ്റപ്പെടാനും സാധിക്കണം. തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തെ നോക്കുകയും പകല് മേഘസ്തംഭമായും രാത്രി അഗ്നിഗോളമായിട്ടും യാവേ അവരെ കാത്തു പരിപാലിച്ച് വഴി നടത്തുകയാണ്. യാവേ അവരെ കാത്തു പരിപാലിച്ച് വഴി നടത്തുകയാണ്. അപ്പോൾ എന്താ അതിൻ്റെ വലിയൊരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്? യാവയുടെ പ്രകാശം, യാവയുടെ പ്രകാശത്തിന്റെ പാതയിൽ ജനത്തെ വഴി നടത്തുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിക്കണം. ഒന്നാമതായിട്ട് പാപവും പാപമാർഗങ്ങളും പാപത്തിന്റെ ബന്ധനങ്ങളും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നു, എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ പറയുകയാണ്, നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നു മറച്ചു വെച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. വചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അന്ധകാരം നീ വീണുപോയിരിക്കാം, പാപത്തിന്റെ ചെളിക്കുഴി നീ പഴഞ്ഞിട്ടുണ്ടായിരിക്കാം,
പക്ഷെ എവിടെയാണെങ്കിലും ദൈവം നിന്നെ രക്ഷിക്കാനായിട്ട് കടന്നു വരികയാണ്, അനുതപിക്കാനായിട്ട്. നിനവേ നിവാസികള് ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചതുപോലെ എൻ്റെ ജീവിതത്തിന്റെ പാപമാലിന്യങ്ങൾ തുടച്ചു മാറ്റാനായിട്ട് ചാക്കുടുക്കാനും ചാരം പൂശാനും ഉപവസിക്കാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് അത് സാധിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീണ്ടും വചനം പറയുകയാണ്, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, കൂടുതലും കിട്ടും. നമ്മൾ പലപ്പോഴും ദൈവത്തിനും മനുഷ്യനുമൊക്കെ അളവ് കോല് വയ്ക്കുന്നവരാ. മനുഷ്യ സ്നേഹത്തിനും ദൈവസ്നേഹത്തിനും, ദൈവത്തിന്റെ കാരുണ്യത്തിനും മനുഷ്യന്റെ കാരുണ്യത്തിനുമൊക്കെ അളവ് കോല് വെക്കുന്നവരാ. നാം പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ടും അയാൾ എനിക്ക് തിരിച്ചു ചെയ്തില്ല, ഞാൻ അവന്റെ ഇല്ലായ്മയിൽ സഹായിച്ചിട്ടും എൻ്റെ ഇല്ലായ്മയിൽ അവൻ തിരിഞ്ഞു നോക്കിയില്ല. പ്രിയമുള്ളവരെ, അത് പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? അവന്റെ ഇല്ലായ്മയിൽ നിനക്ക് സഹായിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് മാത്രമല്ലേ? അവന്റെ ജീവിതത്തിന്റെ തകർച്ചയിൽ ഒരാശ്വാസമാകാനായിട്ട് ഒരാശ്വാസ വാക്ക് നിന്റെ അധരത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് കൊണ്ടല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ കരുണയും കൃപയും കൊടുക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. ഈ കാരുണ്യം അപരനിലേക്ക് വർഷിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. ഒരിക്കലും ഒരാൾ ചോദിച്ചതുപോലെ എല്ലാവർക്കും മദർ തെരേസ ആകാനായിട്ട് പറ്റുമോ? കാരുണ്യത്തിന്റെ മുഖമായിട്ട് കൽക്കത്തയുടെ തെരുവീതിയിൽ ജീവിച്ച മദർ തെരേസയാകാനായിട്ട് എല്ലാവർക്കും സാധിക്കുമോ? എല്ലാവർക്കും മദർ തെരേസയാകാൻ സാധിക്കില്ല. മറിച്ച് എല്ലാവർക്കും മറ്റൊരു ക്രിസ്തുവായിട്ട് തീരാനായിട്ട് സാധ്യമാകും. പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കാരണം വെച്ചാല് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിതത്തിൽ മാറാനായിട്ട്, അപരന്റെ ജീവിതത്തിലേക്ക് കരുണ കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും. പ്രിയമുള്ളവരെ, അപരനോട് കരുണ കാണിക്കുന്നതിൽ ഒരു മടിയും വൈമനസ്യവും നമ്മുടെ ജീവിതത്തിൽ കാണിക്കരുത്. അപരനോട് കരുണ കാണിക്കുന്നതിൽ, അല്ലെങ്കിൽ അപരന്റെ ജീവിതത്തിലേക്ക് കാരുണ്യം ചൊരിയാനായിട്ട് ദൈവം ജീവിതത്തിൽ അവസരം തരുമ്പോൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നല്ലൊരു സമറിയാക്കാരനായിട്ട് മാറാനായിട്ട്. വഴിയിൽ കിടന്ന ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നോക്കുകയെ, ഒരു പുരോഹിതൻ പോകുന്നുണ്ട്, ഒരു ലേവായൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ സമറിയാക്കാരനായ ആ മനുഷ്യനല്ലേ ആ വഴിയിൽ കിടന്നവന്റെ, അവശനായി മൃതപ്രാണനായി കിടന്നവന്റെ മുറിവിലേക്ക് തൻ്റെ എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവ് കെട്ടാനും, തൻ്റെ കഴുതയുടെ പുറത്ത് എടുത്തു വെച്ച് സത്രത്തിൽ കൊണ്ടുചെന്ന് ആക്കുക മാത്രമല്ല, ആ രാത്രി അവനെ പരിചരിക്കാനും പിറ്റേ ദിവസം സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളം, കൂടുതലായി എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചു വരും വഴി തന്നു തീർത്തുകൊള്ളാം. ഇതാ പ്രിയമുള്ളവരെ ഒരു കാരുണ്യത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ നോക്കുകയെ, റോട്ടിൽ കിടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. റോഡിൽ വീണ് കിടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നോക്കി നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുന്നവർക്ക് ആ വീഡിയോ പകർത്തുന്ന സമയം കൊണ്ട് ഈ വ്യക്തിയെ എടുത്ത് ഒരു ആശുപത്രിയിൽ എത്തിച്ചായിരുന്നെങ്കിൽ ഒരു കുടുംബം ചിലപ്പം രക്ഷപ്പെടില്ലായിരുന്നോ? അല്ലെങ്കിൽ ഒരു കുടുംബം തീരെ കണ്ണീരിൽ വീണു പോകാതിരിക്കുമായിരുന്നില്ലേ? ജീവിതത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം, നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടവരുടെ വില തിരിച്ചറിയത്തുള്ളൂ. നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടവരുടെ വില തിരിച്ചറിയത്തുള്ളൂ. ചിലപ്പോഴൊക്കെ ഞാൻ ജീവിതത്തിൽ ചിന്തിക്കാറുള്ള കാര്യമുണ്ട്.
ഒരു കാരുണ്യത്തിൻ്റെ മുഖം ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ പലപ്പോഴും ആളുകൾ മദ്യപിച്ചും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. ഒന്ന് ജീവിതത്തിലും ചിന്തിച്ചു നോക്കുകയെ, എത്ര പേരാണ് മദ്യപിച്ചും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുത്തുന്ന മൂലം തീരാ രോഗികളായിട്ട് കട്ടിലുകളിലും ആശുപത്രിയിലും കഴിയുന്നവര്, അല്ലെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും ഇതിലെ തളർച്ചകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നവരൊക്കെ നമ്മൾ ജീവിതത്തിലും ചിന്തിച്ചു നോക്കുകയെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ മദർ തെരേസയെ പോലെ തെരുവിലിറങ്ങി ശുശ്രൂഷ ചെയ്യുന്നത്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. വാഹനം മദ്യപിച്ച് ഓടിക്കുന്നവര്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഓവർ സ്പീഡിൽ ഓടിക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ മറ്റൊരു വണ്ടിയെ തട്ടിയിട്ടില്ല. നീ മറ്റൊരു വണ്ടിയെ തട്ടിയിട്ടില്ല എന്ന് പറയുമ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നീ മൂലം മറ്റൊരാൾ പോയി കാനയിൽ വീഴുകയും അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയെ പോയി തട്ടുകയും ചെയ്യുന്ന അവസ്ഥ നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കിടക്കുമ്പോൾ കാണാൻ സാധിക്കും, ചിലരൊക്കെ ബൈക്ക് കൊണ്ട് ഇങ്ങനെ വന്ന് റോക്കറ്റ് പോലെ അങ്ങ് പോകുന്നത്, റോക്കറ്റ് പോലെ പോകുന്ന യുവജനങ്ങളെ കാണാൻ, അല്ലെങ്കിൽ റോഡിൽ റോക്കറ്റ് പോലെ വാഹനം ഓടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടതായിട്ട് വരിക. കാരണം വെച്ചാൽ പേടിച്ചിട്ടാ. ഈ അടുത്ത ദിവസം ഒരച്ഛൻ എൻ്റെ കൂടെ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഒതുക്കി നിർത്തുക. കാരണം വെച്ചാൽ ജീവനി കൊതിയുണ്ട് എനിക്ക്. ആ വരുന്ന വരവ് കണ്ടിട്ട് തന്നെ ഭയം തോന്നുകയാണ്. നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചന ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർ ഒത്തിരി പേര് റോട്ടിൽ വാഹനം ഓടിക്കുന്നവരാ. ഇന്നേ ദിവസം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റൊരാൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ, മറ്റൊരാളെ ഭയപ്പെടുത്താതെ എനിക്ക് വാഹനം ഓടിക്കാനായിട്ട് പറ്റുമോ? റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അപരനോട് ഒരു കരുണ കാണിച്ചുകൊണ്ട്, ഒരു കാൽനട യാത്രക്കാരനെ ഒന്ന് കടന്നു പോകാനായിട്ട് അനുവദിച്ചുകൊണ്ട് എനിക്ക് വാഹനം ഓടിക്കാനായിട്ട് ഇന്നേ ദിവസം സാധ്യമാകുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ചെറിയ കാര്യങ്ങളാ, പക്ഷേ എനിക്കതിന് എന്നാ സംഭവിക്കേണ്ടത്? ഈ അടുത്ത ദിവസം തന്നെ മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും അച്ഛൻ റോഡ് ഞാൻ കാണാറുണ്ട്, സ്പീഡിൽ പോകുന്നതിൻ്റെ കാരണം ഓഫീസിൽ ചെല്ലാനായിട്ട് ലേറ്റ് ആകുന്നത് കൊണ്ടാണ്. ഓഫീസിൽ ചെല്ലുന്നത് ലേറ്റ് ആകുന്നതിന് കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ടാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 5 മിനിറ്റ് നേരത്തെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കണോ? നിന്റെ വാഹനം കാണുമ്പോൾ മറ്റുള്ളവർ പേടിച്ച് ഓടി മാറേണ്ട അവസ്ഥയുണ്ടോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളാ പ്രിയമുള്ളവരെ, നന്മ ചെയ്യാനായിട്ട് 100 വഴികൾ മുൻപിലുണ്ട്. പക്ഷേ നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, അതിൻ്റെ അലസതയും എന്നിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാവുമാ. അപ്പോൾ എൻ്റെ അലസതയും എന്നിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാവിനെയും ഞാൻ പുറത്തു കളയുമ്പോൾ എനിക്ക് അനുനിമിഷം നന്മ ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാവുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 22-ാം വാക്യം പറയുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മളൊക്കെ സാധാരണ രീതിയിൽ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിൽ പോകുന്നവരാ. ഒരു 5 മിനിറ്റ് നേരത്തെ ചെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഒന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ഭവനത്തിലെ സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം ഒരല്പസമയം നിശബ്ദമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട്, ജീവിതത്തെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഈ നോമ്പിന്റെ ചിന്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തെ ഞാൻ ശാന്തമാക്കാനായിട്ട്, എൻ്റെ ജീവിതത്തെ ഞാൻ സ്വസ്ഥമാക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ വചനം നമ്മോട് പറയുന്നത്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശാന്തമാണോ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചുറ്റുമുള്ളവരും ശാന്തത വർഷിക്കുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണോ, അപരൻ നമ്മളോട് ക്ഷമിക്കും. നമ്മൾ അപരന് സന്തോഷം കൊടുക്കുന്ന വ്യക്തിയാണോ, അപരൻ നമ്മുടെ ജീവിതത്തിലേക്കും സന്തോഷം തരും. അതിന് യാതൊരു
യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മളൊന്ന് പുഞ്ചിരിക്കുമ്പോഴല്ലേ അപരൻ നമ്മുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നത്. നമ്മൾ അപരന്റെ നേരെ കൈ നീട്ടി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് കൈ നീട്ടുമ്പോഴല്ലേ അപരൻ നമ്മുടെ നേരെ കൈ നീട്ടുന്നത്. ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, കൊടുക്കുമ്പോഴേ ലഭിക്കത്തുള്ളൂ, കൊടുക്കുമ്പോഴേ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ. നന്മയെന്ന് പറയുന്നത് അത് തന്നെയാണ് പ്രിയമുള്ളവരെ. എൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഞാൻ ഈ നന്മയും കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ, എൻ്റെ ഹൃദയം നിറഞ്ഞുകൊണ്ട് ഞാൻ നന്മ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മ കുത്തൊഴുക്ക് പോലെ ഒഴുകിയെത്തും. ഈ നന്മയെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഈ കാരുണ്യത്തിന്റെ മുഖം, തമ്പുരാന്റെ കരുണയുടെ മുഖത്തെ അപരന് കാണിച്ചു കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്കൊരുത്തർക്കും സാധ്യമാകണം. ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മുഖം അപരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട്, തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മുഖം അപരന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക ശക്തിയാക്കി നൽകാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തോട് ചേരാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. നമ്മുടെ ജീവിതത്തിലും ചിന്തിച്ചു നോക്കണം, കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് ഇന്ന് ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചോദിച്ചു നോക്കണം, കഴിഞ്ഞ നോമ്പിൽ നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ കൂടെയുണ്ടോ? അതെൻ്റെ മാതാപിതാക്കന്മാരാകാം, സഹോദരി സഹോദരന്മാരാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, ബന്ധുമിത്രാദികളാകാം, സുഹൃത്തുക്കളാകാം. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, ഈ നോമ്പിൽ പ്രവേശിക്കാനായിട്ട്, ഈ നോമ്പ് കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നോടുള്ളത്. ആ ദൈവത്തിൻ്റെ കരുണയെ അനുഭവിക്കാൻ നമുക്ക് ആ കാരുണ്യത്തിൽ, ദൈവ കാരുണ്യത്തിൽ ജീവിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ഒരു നിമിഷം കരങ്ങളെ കൂപ്പി കണ്ണുകളടച്ച് നമുക്കും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാന്റെ കാരുണ്യത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവ കരുണയാൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവികതയുടെ കൃപയുടെ മക്കളായി ഈ നോമ്പ് കാലഘട്ടത്തിൽ ജീവിക്കുവാൻ, അപ്രകാരം ഈ നോമ്പ് എൻ്റെ ജീവിതത്തിനും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും നല്ലൊരു നോമ്പിൻ്റെ ദിനം ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.